ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരു പൂളൻ്റെ പകുതി എടുത്ത് വിരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വരുത്തി പൊടിയാക്കി എടുക്കണം, പിട്ടുവിടാനാണ് കേട്ടോ. എന്നിട്ട് ഈ പൂളൊക്കെ ഞാൻ എടുത്തുകൊണ്ടിതാ പൂളാന്ന് അറിയും, നമ്മൾ മരിച്ചീനിന്ന് അറിയും, പലതും പറയും, ഞങ്ങൾ പൂളാന്ന് അറിയും. ഇതൊക്കെ ഞാൻ അരുതി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കെയ്യെടുക്കണം കേട്ടോ. കെയ്യാൽ ഇതിൻ്റെ കട്ടും. അപ്പോൾ ചോദിക്കും ഉണക്കപ്പൂളൊക്കെ ഇപ്പോൾ കെയ്യിട്ടാണ് ഇതാക്കുന്നത്, അങ്ങനെ തന്നെ ഇതാക്കിയിട്ടല്ല ഉണക്കപ്പൂളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് തിന്നുന്നതൊക്കെ. അല്ല അത് നമ്മൾ പുട്ടിട്ടിട്ടുണ്ടെങ്കിൽ അതൊരാണ്ട അത് ഉണക്കുമല്ലോ. ഉണക്കുന്നതിൽ കുറേ ഇതൊക്കെ കണ്ട് പോകാൻ മതിയാവും. നല്ല പാല് പോലത്തെ വെള്ളം മക്കളെ അതൊക്കെയാ. നല്ല രസമുണ്ട് കാണാൻ. ഒക്കെ അതിന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഇതിങ്ങനെ ഇതാ മുറുക്കി ഇങ്ങനെ പിയ്യതാ, ഇങ്ങനെ മുറുക്കി പിഴിഞ്ഞിട്ടാ. ഞാൻ ഇതൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇതേപോലെ ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കണം. അങ്ങനെ ഇതിട്ടാൽ ഞാൻ ലേസം പിട്ടുംപൊടി എടുത്തിട്ടുണ്ട്. പിട്ടുംപൊടിയിലേക്ക് നമുക്കിതാ തേങ്ങ ഇട്ട് കൊടുക്കുക. അല്ല തേങ്ങ അല്ല, സോറി ഇട്ടാ പൂള. എന്നിട്ട് നമുക്ക് പൊടിയിൽ ഇങ്ങനെ ഉണ്ട് കുഴച്ച് കൊടുക്കുക. അധികം വെള്ളം ഒഴിക്കണ്ട. ഉപ്പിട്ട വെള്ളമാണിതാ, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഉപ്പിട്ട വെള്ളം മതി. എന്നാലും ഇന്നും ഈ ഒറ്റ കൈ കൊണ്ടല്ലേ എടുക്കുക. ഇത് കിടന്നിട്ട് ഒന്ന് ഇതാവട്ടെ. പുട്ടുപൊടി കുറച്ച് നേരം കുഴച്ച് വെച്ചാലല്ലേ ഇത് ഉണ്ടാവുള്ളൂ. കുറച്ചും കൂടി ഇട്ടിക്കല്ലേ, എന്നാൽ ഇത് കട്ടായി വരും. ഇങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നിൽക്കട്ടെ. ഇന്ന് വേണമെങ്കിൽ നമുക്ക് ഇട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഓക്കെ, ഇതാ നമ്മൾ നോമ്പ് തുറക്കാൻ പോകുന്നു. അങ്ങനെ 24ാമത്തെ നോമ്പ് തുറക്കണ് നമ്മൾ. 24ാമത്തെ നോമ്പാട്ടോ മക്കളെ. വിശേഷം മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിരിക്കട്ടെ. സുഖവും സമാധാനവും സന്തോഷവും ഗൾഫ് രാജ്യം മുഴുവനും നമ്മളെ ഈ ലോകത്തിലെല്ലാവർക്കും ലൈവിൽ വരുന്ന എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.